എത്ര സീറ്റാ ഈ പ്രാവശ്യം? നമ്മൾ ഉഷാറായിട്ട് ജയിക്കും, കംഫർട്ടബിൾ മാർജിൻ. പാലക്കാടോ? പാലക്കാടൊക്കെ നമ്മൾ എപ്പോഴും തൂക്കി. UDF തൂക്കുമെന്ന് പറഞ്ഞാൽ തൂത്ത് വാരി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം UDF തൂക്കും, പാലക്കാട് എപ്പോഴേ തൂക്കി എന്ന് മീഡിയക്കാർ ചോദിച്ച ചോദ്യത്തിന് സ്മൈൽ ഭവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരമ്മയ്ക്ക് മനോഹരമായിട്ടൊരു വീട് സമ്മാനിച്ച് രാഹുൽ തിരിച്ചു വരുന്ന വഴിക്ക് മീഡിയക്കാരൊരു ചോദ്യം ചോദിച്ചു. എന്താണല്ലേ, നാളെ UDF തൂക്കുമോ? തൂക്കിയിരിക്കും. അപ്പോൾ പാലക്കാടോ? പാലക്കാട് എപ്പോഴേ തൂക്കി എന്നാണ് രാഹുലിൻ്റെ പ്രതികരണം. അതൊക്കെ ഇവിടെ വെച്ച് തരാം. എന്തായാലും UDFിൻ്റെ ഒരു തരംഗം തന്നെയാണ് നമ്മൾ കണ്ടത്. തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലിലൊരു വിജയം തന്നെയാണ് കണ്ടത്, അല്ലേ? അപ്പം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്നു എന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു, ഇപ്പം ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ ഒരിക്കലും നമുക്ക് തള്ളി പറയാൻ സാധിക്കും. കാരണം ഈ ഒരു വിജയത്തിൻ്റെ ഒരു പകുതി ക്രെഡിറ്റ്, പകുതി നല്ല പകുതി മുക്കാൽ ക്രെഡിറ്റ് പുള്ളിക്ക് വേണമെങ്കിൽ കൊടുക്കണം. കാരണം കൊടുത്തേ പറ്റൂ. നമുക്കറിയാം, 10 കൊല്ലത്തിലെ ഈ പറഞ്ഞിട്ടുള്ള ഒരു UDFിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ രാഹുൽ എന്നൊരു വ്യക്തി കഷ്ടപ്പെട്ടത്, പ്രയത്നിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും UDF അധികാരത്തിൽ വന്നു. ഇനി VD സതീശൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ എന്നൊരു വ്യക്തിയെ തിരിച്ചെടുക്കണം, കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതാണ് വേണ്ടുന്നത്. അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്ത് വീഡിയോ എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം. ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എത്ര ആളുകൾ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ എല്ലാവരും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അതുമാത്രമല്ല, ഇന്ന് പിഷാരടിക്ക് വിജയ ആശംസകൾ നേർന്നുകൊണ്ട് രാഹുൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് പിഷാരടിയുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നൊരു വീഡിയോ ആണ് പങ്കുവച്ചിട്ടുള്ളത്. അത് ഞാനിവിടെ വയ്ക്കാം. എന്താ അല്ലേ, പക്ഷെ അപ്പോഴും നോക്കിക്കോണം, ആ മുഖത്ത് ഒരു ചിരി മാത്രമേ ഉള്ളൂ. എന്താ MLA സ്ഥാനത്ത് നിന്ന് പുള്ളിയെ മാറ്റി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, എന്നിട്ടും പാർട്ടിയോടുകൂടി ഈ പ്രസ്ഥാനത്തിനോടോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകളോടോ ഒരാളോട് പോലും ഒരു ദേഷ്യവും വൈരാഗ്യമോ ഒരു മാനസികമായിട്ടൊരിതോ രാഹുലിനില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. UDF അധികാരത്തിൽ വന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രാഹുൽ എന്നൊരു വ്യക്തിയായിരിക്കും. അതല്ലേ നമ്മൾ നിരന്തരം പിണറായി വിജയനെതിരെ ഇന്ന് എനിക്ക് തോന്നുന്നു വോട്ടെണ്ണി കഴിയുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയനെതിരെ ഒരു പോസ്റ്റ് വരെ രാഹുൽ മാങ്കൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും രാഹുൽ ഇത് മുമ്പേ പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. രാഹുൽ മാത്രമല്ല, VD സതീശൻ കണ്ട ഒരു നല്ലൊരു നേതാവിന് വേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വേണ്ടുന്നൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയവും തോൽവിയും മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ഒരു കഴിവുണ്ടല്ലോ. എന്നുവെച്ചാൽ എൻ്റെ വിജയം അല്ലെങ്കിൽ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വിജയം ഇന്നതാണ് എന്ന് മുമ്പക്കൂട്ടി അറിയാൻ കഴിവുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ, ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്, VD സതീശനുണ്ട്. VD സതീശൻ പറഞ്ഞെന്താണ്, 100 സീറ്റുകളുമായിട്ട് VD സതീശൻ 100 പറഞ്ഞെങ്കിൽ 100 പുറത്ത് സീറ്റുകളാണ് ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതാണ് ഒരു രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇന്ന് പങ്കുവച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ വയ്ക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം രാഹുൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രവചനം നിങ്ങളൊന്ന് കണ്ടു നോക്കി. രാഹുലിൻ്റെ പ്രവചനം അച്ചട്ടായെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിലും അറിയാം UDF അധികാരത്തിൽ വരുമെന്നും അറിയാം. പക്ഷേ രാഹുൽ ഇത് മുൻകൂട്ടി ഇതിനു മുമ്പേ അല്ല, എനിക്കൊന്ന് ഇലക്ഷന് മുമ്പേ ഇതൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇത് UDF അധികാരത്തിൽ വരും, തൂക്കുമെന്നൊക്കെ ഇതിനു മുമ്പേ രാഹുൽ പറഞ്ഞ കാര്യമാണ്. എന്നാലും കഴിഞ്ഞ ദിവസം സ്മൈൽ ഭവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് രാഹുൽ മീഡിയക്കാരോട് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതൊന്ന് കണ്ടുപോകെ. പാലക്കാടൊക്കെ നമ്മൾ എപ്പോഴും തൂക്കി. നിങ്ങൾ വരുന്നില്ലേ? നാളെ നമ്മൾ പൊളിക്കും. തൂക്കല്ലേ? എന്താ തർക്കമുള്ള നമ്മൾ തന്നെ. എത്ര സീറ്റാ ഈ പ്രാവശ്യം? നമ്മൾ ഉഷാറായിട്ട് ജയിക്കും, കംഫർട്ടബിൾ മാർജിൻ. പാലക്കാടോ? പാലക്കാടൊക്കെ നമ്മൾ എപ്പോഴും തൂക്കി. അതൊക്കെ കയറല്ലേ? TV കയറാം. എന്തായാലും ആ കോൺഫിഡൻസ് കണ്ടില്ലേ? പാലക്കാടൊക്കെ നമ്മൾ എപ്പോഴും തൂക്കിയാണ്. പാലക്കാട്ടിലെ ജയമൊക്കെ രാഹുൽ ഇതിന് മുമ്പേ തീരുമാനിച്ചു കഴിഞ്ഞാണ്. നാളെ നമ്മൾ പൊളിക്കും, പാലക്കാടൊക്കെ എപ്പോഴും തൂക്കി. ആ ഒരു കോൺഫിഡൻസ് കണ്ടില്ലേ? അതാണ്. എന്താല്ലേ, ഇനി ഞാനിവിടെ രാഹുൽ ഇന്ന് പങ്കുവച്ചിട്ടുള്ള ആ ഒരു രമേശ് പിഷാരടിയുടെ വിജയാഘോഷം പങ്കുവച്ചിട്ടുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. പാലക്കാടിന് അങ്ങനെ രമേശ് പിഷാരടി എന്ന പുതിയൊരു MLA കിട്ടിയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും എനിക്കൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ
പുള്ളി ആ ഒരു തോക്കാതെ ഇപ്പോൾ പാലക്കാട് നിന്ന് തോറ്റിട്ട് മാറുവാണെങ്കിൽ അല്ലെങ്കിൽ രാജിവെച്ചിട്ട് മാറുവാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇപ്പോഴും ആ ഒരു MLA സ്ഥാനം നിലനിർത്തിക്കൊണ്ട് വേറൊരാൾക്ക് ആ ഒരു MLA സ്ഥാനം കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ മനസ്സിലൊരു വേദന അവിടെ അതങ്ങനെ കിടക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് UDF അധികാരത്തിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും രാഹുലിന് നിയമസഭയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുക്കുക, നല്ലൊരു സീറ്റ് കൊടുക്കുക, അതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ VD സതീശന് കൊടുക്കണം. എനിക്ക് തോന്നുന്നു VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു സപ്പോർട്ട്, നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, പിന്തുണ കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ VD സതീശൻ അവസാനമായിട്ട് പറഞ്ഞ ഇമോഷണൽ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. രാഹുലിനെ പുറത്താക്കിയത് ചങ്ക് മുട്ടിയാണ്. അപ്പോൾ അതിലൂടെയൊക്കെ കുറച്ച് നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പം പിന്നെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത, പിണറായി വിജയൻ രാജിവെച്ച് മാറിയിട്ടുണ്ട്. പുള്ളിക്ക് എല്ലാം കൂടെ കണ്ട് കുരു പൊട്ടി രാജിവെച്ച് മാറിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പോലെ പിണറായി വിജയൻ്റെ ഭരണം ഒരിക്കലും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ല പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പുള്ളി ചെയ്തടേ. നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. നല്ലൊരു ഭരണാധികാരി ആയിരുന്നു. പക്ഷേ എവിടേക്കോ എപ്പോഴേക്കോ പുള്ളി എവിടേക്കോ ഈ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഒരു തനി കോണം കാണിച്ചു എന്നുള്ളത് സത്യമാണ്. പിന്നെ അതുപോലെ UDF അധികാരത്തിൽ വന്ന സ്ഥിതിക്ക് മുഖ്യമന്ത്രി ആരാവണം എന്നൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ നിലപാട് ഞാൻ പറയാം, VD സതീശനാവണം. VD സതീശൻ മാത്രമേ അതിന് യോഗ്യതയുള്ളൂ. ഇനി നിങ്ങൾക്ക് ആരാവണമെന്നൊന്നും കമൻറ്റ് ചെയ്യണേ, വീഡിയോ കാണുന്ന ആളുകൾ. അപ്പോൾ എന്നാലും രാഹുലിൻ്റെ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കെ, രാഹുൽ പങ്കുവച്ചിട്ടുള്ളത്. ഞാൻ മ്യൂട്ട് ചെയ്യുക, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് സോങ് ഞാൻ മ്യൂട്ട് ചെയ്യുവാണേ. എന്തല്ലേ, കണ്ടില്ലേ? ആ ഒരു വിജയത്തിൻ്റെ കൂടെ നിന്ന് ഒരു വിഷമവും ഒരു ഇതും ഇല്ലാതെ UDF എന്നൊരു പ്രസ്ഥാനം ഭരണത്തിലേക്ക് വന്നതിൻ്റെ സന്തോഷം രാഹുലിൻ്റെ മുഖത്ത് കാണാനുണ്ട്. പുള്ളിയെ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയത്, പുള്ളിക്ക് ഈ പറഞ്ഞിട്ടുള്ള MLA സ്ഥാനത്ത് നിന്ന് മാറ്റിയതൊന്നും അല്ല പുള്ളിക്ക്. അതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല. UDF അധികാരത്തിൽ വന്നതാണ് പുള്ളിക്ക് ഏറ്റവും സന്തോഷം കൊടുത്തൊരു കാര്യം. അത് ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു സന്തോഷ പ്രകടനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി ഞാൻ ഇതിനു മുമ്പ് രാഹുൽ ഒരു വാർത്താ മീഡിയയ്ക്ക് കൊടുത്തൊരു ബൈറ്റുണ്ട്. ആ ബൈറ്റിൽ രാഹുൽ പറയുന്നത് നോക്കണം. കാരണം പുള്ളി ഇതൊക്കെ മുമ്പേ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ച സംഭവങ്ങളാണ്. ഈ പറഞ്ഞുള്ള UDF അധികാരത്തിൽ വരും, തൂത്തുവാരും എന്നൊക്കെ മുമ്പേ പുള്ളി ഇതൊക്കെ മീഡിയക്കാരോട് പറഞ്ഞിട്ടുള്ള സംഭവമാണ്, ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടുന്നത് മുൻകൂട്ടി അവരേത് പ്രസ്ഥാനത്തിലാണ് നിൽക്കുന്നത് അവരുടെ ഒരു വിജയവും പരാജയമൊക്കെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് വേണം. അത് VD സതീശൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലും VD സതീശൻ്റെ കേസിലൊക്കെ ഇവർക്കതുണ്ട്. VD സതീശൻ കണ്ടില്ലേ, 100 സീറ്റ് മേടിക്കുമെന്ന് പറഞ്ഞാൽ മേടിച്ചിരിക്കും. അതാണ്. അപ്പം ഞാൻ ആ ഒരു ഇതിനു മുമ്പ് രാഹുൽ പ്രെഡിക്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ കൂടെ ഇവിടെ വെച്ച് തരാം, നിങ്ങൾ കണ്ടു നോക്കെ. തൃത്താല തിരിച്ചു പിടിച്ചുകൊണ്ട്, പാലക്കാട് ജില്ലയിലെ തിരിച്ചുവരവ് തൃത്താല തിരിച്ചു പിടിച്ചുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്. തൃത്താലയും പട്ടാമ്പിയും ചിറ്റൂരും അടക്കം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയതും ഞങ്ങൾക്ക് കിട്ടാത്ത സീറ്റുകളും ഉൾപ്പെടെ തിരിച്ചു പിടിച്ചുകൊണ്ട് ചരിത്രത്തിലെ പാലക്കാട് എന്നുള്ള ഏറ്റവും വലിയ നമ്പർ, അത് വെറുതെ ഇങ്ങനെ പറയുന്നതല്ല. ഇതുപോലെ ആത്മവിശ്വാസം ഞാൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നു. ഇതേ ആത്മവിശ്വാസം നിങ്ങളുടെ നിരവധി ചോദ്യങ്ങൾക്ക് നിലമ്പൂരിൽ പറഞ്ഞിരുന്നു. അത് വെറുതെ നമ്മുടെ ഒരു ആഗ്രഹമല്ല പറയുന്നത്, ആത്മവിശ്വാസമാണ് പറയുന്നത്. ആ ആത്മവിശ്വാസം പറയുന്നതിനകത്ത് കൃത്യമായ ഗ്രൗണ്ട് വർക്കുകളും കൃത്യമായ ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചലനം പാലക്കാട് തൃത്താല തിരിച്ചു പിടിക്കുന്ന പറയുമ്പോൾ കഴിഞ്ഞ തവണ വളരെ നേരിയ വോട്ടിനാണ് പരാജയപ്പെടുന്നത്. അതിനും ഒരു ഈ ഗ്രൂപ്പിസവും പ്രശ്നം, അതിൽ തൃത്താലയിലെ ജനങ്ങൾ അതിൽ ദുഃഖിക്കുന്നുണ്ട്. തൃത്താലയ്ക്ക് 5 വർഷം മുൻപ് പറ്റിയ 4.5 വർഷം മുൻപ് പറ്റിയ ആ പിഴവിനെ കുറിച്ച് ഓർത്ത് തൃത്താല ഇപ്പോൾ ഖേദിക്കുന്നൊരു സാഹചര്യമുണ്ട്. തൃത്താല അത് തിരുത്തുമ്പോൾ ആര് പ്രതിരോധം തീർത്താലും അവരെയും തിരുത്തും.
പക്ഷെ അവിടെ വിഭാഗിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അദ്ദേഹം ഇന്നലെ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ തീർച്ചയായിട്ടും സംഘടനയ്ക്ക് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. സംഘടനയ്ക്കകത്ത് അത്തരത്തിലുള്ള പരാതികൾ വന്നു കഴിഞ്ഞാൽ അത് ഗൗരവത്തോടു കൂടി തന്നെ അത് പരിശോധിക്കും. അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന നേതൃത്വം അത് യൂത്ത് കോൺഗ്രസിനുമുണ്ട്, കോൺഗ്രസിനുമുണ്ട്, UDF നുമുണ്ട്. അതൊന്നും സാരമായി ബാധിക്കാൻ പോകുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനേക്കാൾ വലിയ കൺഫ്യൂഷൻസ് ഒക്കെ നിലമ്പൂരിൽ ഒരു ബൈ ഇലക്ഷൻ്റെ ഫേസിൽ, പാലക്കാട് ഒരു ബൈ ഇലക്ഷൻ ഫേസിൽ, പിന്നെ പുതുപ്പള്ളിയിൽ ബൈ ഇലക്ഷൻ ഫേസിൽ, തൃക്കാക്കര ബൈ ഇലക്ഷൻ ഫേസിൽ എന്തെല്ലാം വാർത്തകൾ നമ്മൾ കണ്ടു. ജനങ്ങൾക്കൊരു തീരുമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾ ഇതൊക്കെ തിരുത്താൻ നിൽക്കുകയാണ്. ആ തിരുത്താൻ നിൽക്കുമ്പോൾ പ്രതിരോധം തീർക്കുന്ന ആളുകളെയും ജനങ്ങൾ തിരുത്തും. ഈ CPM നേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതുപോലെ തന്നെ VK ശശികല MP ആണെന്ന് ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നെന്ന് പറയുന്നു. അല്ല, അത് ഇപ്പോൾ അങ്ങ് പറയുന്നതാണ്. അങ്ങനെ ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഈ ചാക്കിട്ട് പിടുത്തമൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യയശാസ്ത്രപരമായി കോൺഗ്രസിനോട്, ഐക്യജനാധിപത്യ മുന്നണിയോട് യോജിപ്പുള്ള ആളുകളുടെ എണ്ണം പാലക്കാട് ജില്ലയിൽ CPM-നകത്ത് വർദ്ധിച്ചു വരികയാണ്. CPM-നകത്ത് മാത്രമല്ല, നിങ്ങൾ പിന്നെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ പാലക്കാട് ജില്ലയിലെ BJPക്ക് ഉണ്ടാകുന്ന ഓരോ ദിവസവും ഉണ്ടാകുന്ന ശോഷണം നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തോട് കൂടുതൽ BJP രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചിട്ടും CPM-ന്റെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചിട്ടും ആളുകൾ കടന്നു. ഒരു തർക്കവും വേണം. കണ്ടല്ലോ എന്തല്ലേ, ഇതൊക്കെ മുമ്പ് കൂട്ടി പുള്ളി പ്രഡിക്റ്റ് ചെയ്ത സംഭവം തന്നെയാണ്. എനിക്കതല്ല, നമ്മുടെ PV അൻവറിൻ്റെ കാര്യം ഇനി എന്താവും എന്തോ മല്ലയ്യ, മുടിയൊക്കെ മുട്ടയടിച്ച് ഏതിലേ കൂടെയൊക്കെ നടക്കാമെന്നൊക്കെ പറഞ്ഞേക്കുവാണ്. എന്തായാലും ഭയങ്കര കഷ്ടം തന്നെ ആയിപ്പോയി പുള്ളിയുടെ കാര്യം. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുലിനെ തിരിച്ച് വേണോ വേണ്ടതെന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. രാഹുൽ തിരിച്ച് പ്രസ്ഥാനത്തിലേക്ക് വരണം. UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ രാഹുൽ എന്നൊരു വ്യക്തിയും കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു UDF പ്രസ്ഥാനം പൂർണ്ണമാവും എന്നൊക്കെ അഭിപ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ